Hi everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well. And yes, I will be doing a birthday special mashup reaction right now. This is the birthday special mashup for Janapriya Nayakan Dileep. Yes, and he had his birthday on 27th. So I am belated happy birthday basically because I am reacting to his mashup video one day later. But yes, better late than never, guys. Better late than never. So I actually first thought I'll react to 3 or 4 mashups by different editors. But like the 2 videos I've chosen, I've finally shortlisted it to 2 videos. Because both these videos are pretty long in duration. So I've chosen one by PC Creative Media and the second one by RKR Cuts. So both of them are quite long, so I'm guessing both of them are comprehensive, and looking at these 2 videos will give me a fair idea about his career. Though I remember last time when I reacted to him, of course I had gotten a glimpse of his career, but let's see if something new has been added to it and if I get to find out something else about him. So yes, let's react to Dileep birthday special mashup 2021. So I'm going to be reacting to first by PC Creative Media and the second then I will move on to RKR Cuts. All right, here we go. And both are subtitled, so thank God. All right, let us begin this video reaction. ദിലീപിനെ സിനിമാ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് വേണമെങ്കിൽ ജയറാം എന്ന് പറയാം. എപ്പോഴും ദിലീപ് അത് അനുസ്മരിക്കുന്ന ഒരു കാര്യവുമാണ്. എത്ര പേർക്ക് தெரியாது എൻ പേര് ദിലീപ്. ഒരിക്കലും ദിലീപിനെ പോലത്തെ ഒരാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വരും. ഒരിക്കലും കഴിവുള്ള ആൾക്കാരെ ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ല. ഈ കലയുമായി അങ്ങനെ കലാകാരനാവാൻ വല്ല സാധ്യതയുണ്ടോ? എവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നമ്മൾ ഒരിക്കലും ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ സിനിമയിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല, പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതാവുക. നാനും ഇൻഡസ്ട്രിയിൽ വന്നത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നത് 5 years. நானும் டெக்னீஷியனை வேலை பண்ணிட்டு அப்புறம் தான் നടികരായത്. ലാലേട്ടന് മുമ്പിലാണ് ഞാൻ ക്ലാപ്പ് അടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എൻ്റെ ലൈഫ് തുടങ്ങുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന 2 സൂപ്പർ താരങ്ങൾ അവരുടെ കരിയറിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സാധാരണക്കാരുടെ അപ്പുറത്തേക്കൊന്നും തോന്നാത്ത ഒരാൾ കടന്നു വരികയും അഭിനയത്തിലുള്ള പ്രാവീണ്യം കൊണ്ട് അല്ലെങ്കിൽ കരിയറിനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ദിലീപ് ചെയ്തിട്ടുള്ള ചാന്തുപൊട്ട് എന്ന് പറയുന്ന ഒരു കഥാപാത്രം മലയാള സിനിമയിൽ ഒരു നടനോട് ചെയ്യാൻ പറ്റില്ല. ഒരു തമാശ പറയുന്ന ദിലീപിനെയാണ് ഇങ്ങനെ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല, നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. ഇനി ഇന്നു മുതൽ I'm guessing that was a word play. He said trendy, but it meant tendy. പറഞ്ഞതൊക്കെ സത്യം. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടി മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എന്ത് കണ്ടിട്ടാണ് ആ സാധനത്തിന് നിങ്ങൾ സെലക്ട് ചെയ്തത്? ഒരു വലിയൊരു 6 അടി ഉയരമുള്ളൊരു ആള് ഒരു ലൈക്ക് ഒരു ആൻറ്റി ഹീറോസിനെയൊക്കെ അടിച്ചിട്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അടിച്ചിടുമ്പോൾ നമുക്കൊരു അവിടെ ഒരു അത് എടുക്കാൻ പറ്റത്തില്ല. Why so? ഒരുപാട് ക്രിറ്റിസിസംസും വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് limitations just because of the height. Oh, that it's not convincing enough because he's not that well heighted.
Oh, okay. Like he's not 6 feet above, that's why. ഒരു നടനാണ്. ഒരുപാട് പരിമിതികളെ അതിജീവിച്ചിട്ടാണ് ദിലീപിൻ്റെ ആകാരത്തിലും ഹ്യൂമറാണ് ബേസിക്കലി ദിലീപേട്ടൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഹൈറ്റും നല്ല ബോഡിയും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരാളായാൽ മാത്രമേ നായകനോ വില്ലനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പം ഞാനെന്ന് പറയുന്നത് വെറും ഒരു കൊമേഡിയനായി കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല, അതിനൊരു തീപ്പൊരി വേണം. I don't understand. Okay, I'll say after this. കാട്ടുതീ പടർന്നു. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 കൂടുതലുണ്ടവനോടാവരുത്. എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ നീ ആരാണ്? ഏട്ടൻ ലോക്കൽസിനോട് കളിക്കല്ലേ. ഇത് വെറും ട്രെയിലറ്. ഇവിടെ കിടന്ന് കൂടുതൽ വളഞ്ഞ ഫുൾ പടം ഞാൻ ഇറക്കുവേ. എന്നിട്ട് നിങ്ങൾ എന്നിട്ട് എന്നെ കേട്ട CM കാപ്പാത്ത മാധവൻ കള്ളനാ, ചേക്കിന്റെ സ്വന്തം കള്ളൻ. പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്കൂട്ടി പുറത്തു പോയിട്ടില്ല. നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നു. ഇപ്പൊ എനിക്ക് സന്തോഷായി. ഈ കള്ളം മാധവന്റെ കാവലുള്ളപ്പോ ചേക്കിനെ തേവരെ കൊണ്ട് പോവാൻ മീശയ്ക്ക് ഇത്ര കട്ടി പോരാ ഈ പമ്പ സാറേ. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. രക്ഷിക്കേണ്ടവരെ രക്ഷിക്കാനും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കാനും സർവാധികാരമുള്ള ദ വേൾഡ് മൈറ്റി ദ റിയൽ ഡോൺ സാക്ഷാൽ പരമേശ്വരൻ. എന്ത് സാറേ വിട് സാറേ. സാറേ സുബ്രഹ്മണ്യ സ്വാമിയുടെ തന്ത. ജീവനെ പേടിയുള്ള ഒരുത്തനും എന്റെ മുമ്പിലേക്ക് കയറി വരണ്ടെന്നുള്ളൊരു താക്കീത്. നീയല്ല നിന്റെ അപ്പം വന്നാ പോലും പാപ്പയുടെ ഒരു രോമത്തിൽ തൊടില്ല. പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഉലുവ 20,000 ശമ്പളവും പിന്നെ അപ്പടി ഇപ്പടി യാത്രാപ്പടി ഇനത്തിൽ 5 വേറെ തന്നെ. ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. നടന്നക്കാൻ പറമ്പിലെ ഷൺമോഹന്റെ മോൻ ശിവാനന്ദ. നിന്നോടാണെങ്കിൽ അങ്ങനെ നിന്നെ ഞാൻ ഇവിടുത്തെ ലേസൺ ഓഫീസർ എന്ന ബോർഡ് കഴുത്തിൽ തൂക്കിയിട്ട് വളർത്തി പുഷ്ടിപ്പെടുത്തുന്നത് എന്റെ 6ാം ഭാര്യക്ക് ചൂണ്ടിക്കളിക്കാനല്ല. നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9-നും 10-നും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോകും. I like the song that has been അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. തൊട്ടുകളി വേണ്ട. സൂക്ഷിക്കണം സർ, ഈ ഭായിയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും എടുത്ത് താഴേക്ക് ഇറങ്ങില്ല. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്. ദിലീപിന് അറിയാം എന്താണ് ഒരു ആക്ടർ ആക്റ്റീവായി ഭയങ്കര വൈബ്രൻ്റായി നടത്തുന്നത് എന്താണെന്ന് ദിലീപിന് അറിയാം. ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. ഒരുപാട് ചലഞ്ചിങ് റോൾസും ഡെപ്ത് ഉള്ള റോൾസും ഒക്കെ ദിലീപേട്ടൻ ചെയ്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു ആക്ടറാണ്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിംഗ് ആയ ഒരു ഫ്യൂച്ചർ, ഇനിയൊരു ലോങ് വേ ഉണ്ട് എന്ന് തന്നെ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ദിലീപിനെ കണ്ടാണ് ലാലും മമ്മൂട്ടിയൊക്കെ പിന്നീട് പിൽക്കാലത്ത് ഒരു സെൽഫ് മാർക്കറ്റിംഗ് പഠിച്ചത്. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. അവരേതോ തപ്പ് സെഞ്ചിന് കടവൾ കൊടുത്തിട്ടുണ്ട്. ദിലീപേട്ടൻ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ പോപ്പുലർ ആണെന്ന് തെളിയിച്ച ഒരു ഫിലിം അല്ലേ 2020? ബിക്കോസ് ആസ് എ പ്രൊഡ്യൂസർ ദിലീപ് ഇല്ലായിരുന്നെങ്കിൽ 2020 എന്ന് പറയുന്ന സിനിമ സംഭവിക്കില്ല. My God, look at people over there. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ പ്രേക്ഷകരോട് എന്നെ ഒരു മാതൃവാക്കി വല്ലാക്കിയിട്ടില്ലവർ സാറിനറിയാമോ ഈ കാറ് ദിലീപ് സാറിൻ്റെ ഒരു ഇന്നോവ, എനിക്ക് തോന്നുന്നു ഗോൾഡ് കളർ എന്തോ. ഈ കാറിൽ നിന്ന് കിട്ടുന്ന സിനിമയിൽ ഓടി കിട്ടുന്ന ദിവസ വരുമാനം ഒരു പുണ്യപ്രവൃത്തിക്കാണ് സാർ
ദിലീപ് സാർ ചിലവാക്കുന്നത്. ഞങ്ങളുടെ അതെന്തേ സാർ, ഈ കാർ ഓടിക്കിട്ടുന്ന വരുമാനം പ്രശസ്ത നടനും സംവിധായകനും ഒക്കെ ആയിരുന്ന കൊച്ചിൻ അനീഫ സാറിൻ്റെ ഫാമിലിക്കാണ് കൊടുക്കുന്നത് ദിലീപ് സാർ. ഇവിടെ വരാനുള്ള കാരണം എന്താണ്? എനിക്കൊന്ന് കാണണമെന്ന് തോന്നുന്നു. ആരെ? ഒരുപാട് പേരെ സഹായിക്കും. ഒത്തിരി ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ദിലീപേട്ടന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. 2-3 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ വീട് പണിത് കൊടുത്തു. വീട് 2 ബെഡ്റൂമുള്ള നല്ലൊരു വാർത്ത കെട്ടിടം. അപ്പോൾ വീട് നന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ദിലീപേട്ടന് What was that quote? I want to see the quote. God doesn't give the hardest battle to his toughest soldier. He creates the toughest soldier through life's hardest battle. Ooh, unknown. But I want to know who said this quote. It's a nice quote. It's a nice quote. You know, in my last birthday mashup, I think it was Prithvi Raj's birthday mashup, I read a comment by a viewer that it'll be nice. I mean, it's never seen mashups of female superstars in the industry, and I would really love to see that. That's something that, yeah, it's true. In 1 year of me reacting to birthday mashups, why have I not reacted to any mashup of any female superstars? Nobody makes them or what, huh? Let me know if somebody, at least one, somebody should start. Somebody should start. I would love to see it. I would love to see it. I mean, why not? Why not? Like, there's so many female veteran actors, newer actors, new age, new gen actors. They also deserve a birthday mashup, I feel. So yes, so basically, like, the first thing that I found out from this video is that it was because of Jairam that Dilip got, you know, his entry to the industry, and he is someone who is known for self-marketing. That's what I really want to know. What is the context there? I really want to know what is the context, like how he self-promoted himself. What did he do? What did he do? Because at the end, he also says this dialogue, like when he's at the podium, where he's talking that in that speech, where the media is not gonna, you know, pave my career way and all of that. It is you, it is the audience who is gonna, you know, you will decide my growth and stuff like that. And where I wanted to pause specifically in this video is that, I don't know, I got a little you know, a little irked when I saw that, because it says that, you know, that he cannot fit a certain kind of role, like the drama or the you know, the villainy or the heroic character. He's just a comedian. I don't know why. So that made me a little sad. I wanted to pause there, but I said, okay, let it just get finished. Is that why people think that comedy is such an easy genre to perform? Comedy, I feel, is one of the toughest genres to even, you know, act out. It's very difficult to have a really good comic timing, do it subtly, or do it in a slapstick way and make people laugh. If you can make people laugh, that's a big deal. That's a big deal. So, you know, and I've seen this happen. It's not, I'm not saying this is just for the Malayalam film industry. I think in any industry that I've seen, really, comedians are not respected as much. Why? Comedic actors needs to get that same level of respect. If you are just like, it's not just, you know, if you're tagging somebody as a comic actor, it's something bad, or it needs to be, you know, it doesn't deserve that much respect. It's not like that. So I just want to know your opinion on that, because I feel comedy is not an easy thing to act out. You really have to be insanely talented to have that great comic timing. That's what I feel. But this journey shown, I thought there would be more chapters, because, you know, chapter first was the starting. So, but I thought the video will be divided into separate chapters. But overall, I think this was a more emotional edit.
largely. You see, as usual, when you see a mashup video where you see different clips from his films and all, but overall the storyline that this edit followed was much more on the emotional side. So I like that. This was another spin, that this was something a little different that PC Creative Media did to make it more like give it more heart. So I think this video had a lot of heart into it. So yes, that was the first video. I'm gonna now watch the video by RKR Cuts. This is a fairly longer video. This is almost 12.5 minutes. So yes, let's just watch it without delaying this any further. എനിക്ക് ചെറുപ്പം മുതൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ സിനിമാ നടനാവണമെന്ന്. ചെറിയ വയസ്സ് മുതൽ അത് തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, എനിക്ക് സിനിമ നടനാവണം എന്നും എൻ്റെ പ്രാർത്ഥനയായിരുന്നു. ഒരു മനുഷ്യൻ മിമിക്രി എന്ന് പറയുന്ന ഒരു മേഖലയിൽ അന്നത്തെ സൂപ്പർ സ്റ്റാർസ്, മിമിക്രി തന്നെ ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വന്ന് അതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഗോപാലകൃഷ്ണൻ കയറി ഭയങ്കര കൈയ്യടിയും ബഹളവും. അന്നത്തെ യൂണിവേഴ്സിറ്റി വിന്നറൊക്കെ മത്സരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ കടത്തി വെട്ടിയിട്ട് ഈ ഗോപാലകൃഷ്ണന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ ഞാനൊരു ദിവസം വരാൻ പറഞ്ഞു, അത് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരണമെന്ന് പറഞ്ഞു. പക്ഷെ തലേ ദിവസം ദിലീപ് എത്തിയില്ല. പിറ്റേന്ന് കാലത്ത് ദിലീപ് വന്നു. അപ്പോൾ ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ലേറ്റായി പോയി, അതുകൊണ്ട് അടുത്ത പടത്തിന് വരാൻ പറഞ്ഞു. സത്യത്തിൽ ദിലീപ് ഭയങ്കര വിഷമമായിട്ട് ഞാൻ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ബാഗ് ഇട്ട് ഇറങ്ങി പോണ കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ച് വർക്ക് ചെയ്തോളാൻ പറഞ്ഞാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നത് 5 years. ഞാൻ മലയാള സിനിമയിൽ വരുന്നത് വിഷ്ലോകം എന്ന സിനിമയിലാണ്. ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നത് മുകേഷ് നായകനെ അഭിനയിച്ച സിനിമയിലാണ്. ചമ്പക്കുളം തെച്ചലില് രംഭ എന്ന് പറഞ്ഞ നടി വിനീതേട്ടനും അവിടെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ മോളോടും പുറത്തിരുന്ന് ഇങ്ങനെ ഓസടിച്ച് മഴ ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ താഴോട്ട് ഇറങ്ങി വന്ന് പിന്നീട് രംഭയുടെ നായകനായി എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. ഇന്ന് 2 പതിറ്റാണ്ട് കൊണ്ട് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മലയാള സിനിമയുടെ ടീച്ചർ ആ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഗോപാലകൃഷ്ണൻ എന്ത് ചെയ്യാൻ പോകുന്നു? ശേഷം സ്ക്രീനിൽ ദിലീപ് ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തും. ദിലീപിന്റെ ഉള്ളിൽ ദിലീപ് അറിയാതെ ഒരു വലിയ നടൻ ഒളിഞ്ഞിരിപ്പുണ്ട്. Minor role in that. Okay, these are all minor roles. Breakthrough role is Salapa. Okay. ഇമ്മണി വലിയ കള്ളന് ഒരു പുതിയ വിളിപ്പേരും. എന്താടാ നിന്റെ പേര്? ഐ എം ഗോപാലകൃഷ്ണൻ. വട്ടപ്പേര് പറയടാ. ഞാൻ ദിലീപ്. ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. മൈ നെയിം ഈസ് ഉണ്ണി. പവൻ കെ മേനോൻ. പ്രേമചന്ദ്ര സുന്ദര കില്ലാടി. ഞാൻ രമേശൻ മീശമാധവൻ. CID മൂസ. സച്ചിദാനന്ദൻ. സൂര്യനാരായണ ബി ശിവൻകുട്ടി. ഗോപാലൻ. വാളയാർ പരമേശ്വരൻ. വിജയ് കൃഷ്ണൻ. ഗോകുൽദാസ്. കാര്യസ്ഥൻ. തൻ്റെതായ ലിമിറ്റേഷൻസിനെ തൻ്റെ പോസിറ്റീവ്സ് കൊണ്ട് ഓവർകം ചെയ്ത ഇതുപോലത്തെ ഒരു നടൻ വേറെ ഉണ്ടാവില്ല. തമാശകളാണ് അദ്ദേഹത്തിന്റെ ചെറിയ എക്സ്പ്രഷൻസ് പോലും ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. തമാശ അത് ഒരു 7 വയസ്സുള്ള ആൾക്കും 70 വയസ്സുള്ള ആൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള തമാശയുടെ എല്ലാ തരങ്ങളും, സ്ലാപ്സ്റ്റിക് ആയാലും എല്ലാ തരത്തിലുള്ള തമാശകളും മലയാള സിനിമയെ പരിചയപ്പെടുത്തിയ ഒരാളാണ്. ഫൈറ്റ് பண்ணிடலாம், டான்ஸ் பண்ணிடலாம், but to make someone laugh is really... Yes, I want to pause here. This is exactly what I meant. Yeah, literally stole my words in this video. It's very difficult. I'm so happy because somebody in the video also exactly my thoughts got resonated here. Yes. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ നമ്പർ, ദ വണ്ടർ വാനിറ്റി ജമ്പർ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ ഈസ് എ ഹോളിഡേ. അഫ്ഗാനിസ്ഥാൻ താലിബാൻ അൽക്കുലത്തെ സോഡ പോലെ കിട്ടാത്ത വാഴാമാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ മുഖത്ത് നോക്കി പറയാമോ ദേവയാനിക്ക് ഈ കില്ലാടിക്കുട്ടിയോട് ഒന്നുമില്ലാന്ന്? ശരിക്കും എന്നെ സ്നേഹിക്കുന്നു. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. തെക്കേടുത്ത തറവാട്ടിലേക്ക് ഈ ഗൗരിയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ.
അപ്പോഴാണ് നായകനെ 2 വർഷം സിനിമ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു, ആ സമയത്ത് അയാള് മലയാള സിനിമയിൽ നിന്ന് 2 വർഷത്തേക്ക് ബാൻ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ട് അങ്ങനെ ലൊക്കേഷനാകെ സ്റ്റക്കായി. അവൻ അപ്സെറ്റായി. സിനിമ ബോക്സ് ഓഫീസ് സക്സസ് ആയിരിക്കണം, ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് മീശമാധവൻ എന്ന് പറയുന്ന സിനിമയെ സമീപിച്ചത്. എന്തുകൊണ്ട് ലാലേട്ടനൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു ദിലീപ് വേർഷൻ നമുക്ക് ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ദിലീപിനെ കൊണ്ട് ആദ്യമായിട്ട് മീശ വിരിപ്പിക്കുന്നത്. മലയാള സിനിമ ശരിക്ക് ഒന്ന് ഡള്ളായിരുന്ന സമയത്ത് മലയാള സിനിമയ്ക്ക് ഒരു ഉണർവ് കിട്ടിയ പടമാണ് ശരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ വിളിച്ച ഭഗവാൻ എന്റെ കൂടെയാണ്. അങ്ങനെ അപ്പോൾ ആദ്യം തന്നെ അത് ഒരു വലിയ വിജയമായി എന്നുള്ളത് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഹ്യൂമർ ചെയ്യുന്ന ഒരാൾ ഇത്രയും സീരിയസ് ആയ ഒരു കഥാപാത്രം ചെയ്യണോ വേണോ എന്നൊക്കെ ഒരു ചിന്ത എന്നോട് പറഞ്ഞു. ആക്ഷൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരിക്കലും തോന്നില്ല അദ്ദേഹം ശ്രമിക്കുന്നു എന്ന് പറയാം, ശ്രമിക്കുന്നു, ബട്ട് ഹി ഈസ് നോട്ട് അപ് ടു ദ ലെവൽ. That similar thing that was mentioned in the previous video as well. ആളെ ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ഇവന് അത്ര ഫൈറ്റ് വേണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളെടുക്കാം. അപ്പോൾ കുമാർ സാറ് പറയുന്നത് ഞാൻ കേട്ടതാ. ചിലപ്പോൾ നിങ്ങളുടെ ദിലീപ് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ മീശമാധവൻ അടിക്കും. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? This has become a signature move in movies now. ചന്ദനക്കാട്ടിൽ ബാലഗംഗാധര മേനോന്റെ മകനാണ് ഈ ഞാനെങ്കിൽ നാളെ രാത്രി കൃത്യം 9:10 എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോകും. തല്ലണം. അവരേതോ തപ്പ് സെഞ്ചിന് കടവൾ കൊടുത്തിടും. കാരണം നോക്കി തല്ലണം. കണ്ടിപ്പാ കൊടുത്തിടും. എനിക്കെന്തെങ്കിലും ദേഷ്യം തോന്നിയ, വിഷമം തോന്നിയ ഞാനത് നേരിട്ട് തീർക്കും. ഇപ്പൊ ഞാൻ നിന്നെ തൊട്ട വിവരം പുറത്തു പറഞ്ഞ അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. തൊട്ടുകളി വേണ്ട, എടുത്ത് താഴേക്ക് അറിഞ്ഞില്ല. ഞാൻ കൊല്ലു എന്ന് പറഞ്ഞ കൊന്നിരിക്കും. He looks so different without the mustache. അതല്ല, കൊണ്ടുപോയി അടങ്ങുമോ എന്ന് വാശിയുള്ള ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടിയെടുക്കാം. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടോന്നോടാവരും. മീശയ്ക്ക് ഇത്ര കട്ടി പോരാ ഈ പമ്പാപ്പച്ചി സാറേ. നമുക്കിനിയും കാണേണ്ടി വരും. മറ്റതറ ചിലപ്പോൾ നമുക്ക് തോന്നും കഴിഞ്ഞോ, ദിലീപിൻ്റെ സ്റ്റോക്ക് തീർന്നോ എന്ന് നമുക്ക് തോന്നും. நினைக்கிற மாதிரி அந்த ஒன்று எம்ஜிஆர் கிடையாது, എം.എൻ. നമ്പ്യാർ എല്ലാം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിലീപേണ്ണന് ഒരുപാട് നല്ല എന്താ പറഞ്ഞ അവാർഡ് കിട്ടേണ്ടത് പോലും ചിലത് മിമിക്രി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടു. ഈ വേദപുസ്തകത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. 38 ദിവസത്തെ എന്റെ അധ്വാനത്തിന്റെ ഫലം അതിലൊരു മൺതിരി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ദിലീപ് ആസ് എൻ ആക്ടർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിലെ പലരോടും ഒപ്പം ഒരുപക്ഷെ പലരെക്കാളും ഉയരത്തിൽ ടാലന്റഡ് ആയ ഒരു ആക്ടറാണ് ദിലീപ്. വേണ്ട, അങ്ങോട്ട് കയറുന്നില്ല, അത് ശരിയാവില്ല. മുന്നില് ഒരു വെട്ടം കണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ ഏട്ടന് ഭാഗം വെച്ച് തരാൻ തൽക്കാലം ഇപ്പോ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഞാനും നന്ദി ജീവിതത്തിന് പകരം ആ കാൽ കീഴിൽ വയ്ക്കാൻ പകരമായിട്ടൊന്നുമില്ല കയ്യിൽ. കൈവിട്ട് കളഞ്ഞില്ലേ വെറുതെ. ഇഷ്ടമില്ലാത്തൊരു ജീവിതം. I think it depends a lot on the director also to have faith on their actors and to bring out such performances. ഇതിനകത്ത് നിങ്ങളുടെ മോളാണ്. I couldn't even see her. എനിക്കിത് കളിക്കണം, കളിച്ചേ പറ്റൂ. കരയാൻ പാടില്ല. ചിരിപ്പിക്കാൻ വേണ്ടി കരഞ്ഞു, അല്ലാണ്ട് കരയരുത്. ഒരു റോളിനെ അതിൻ്റെ ഒരു കാരിക്കേച്ചറോളം എത്തുന്ന ഒരു എക്സ്ട്രീമാക്കി ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്.
പഞ്ചാബി ഹൗസിൽ ദിലീപിൻ്റെ ക്യാരക്ടർ കടലിലേക്ക് എടുത്ത് ചാടുന്ന ഒരു രംഗമാണ്. അപ്പോൾ ദിലീപിനെ അല്ല നമ്മൾ ഉദ്ദേശിച്ചത് ഡ്യൂപ്പാണ്. ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന സിനിമയിൽ ഇൻ്റർവെൽ പോയിന്റിൽ ദിലീപേട്ടനെ വെടിവെക്കുമ്പോൾ ദിലീപേട്ട അത് മാറി ഈ പാലത്തുനിന്ന് എടുത്ത് കടലിലേക്ക് ചാടും. അതുവരെ ഉണ്ടായിരുന്ന കടലിൻ്റെ സ്വഭാവമല്ലായിരുന്നു, കടലിൻ്റെ സ്വഭാവം മാറിക്കണം. കടലിൽ ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ ശക്തമായി തിരയടിച്ചു തുടങ്ങിയ ഒരു സിറ്റുവേഷനാണ്. ദിലീപേട്ടൻ വിത്തൗട്ട് ഇനി ഒരു ക്ലിപ്പ് പോലുമില്ല ലൈവായിട്ട് ചാടാൻ പോകണം കടലിലേക്ക്. പുള്ളിക്കാരൻ നോക്കിയിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇതിൽ, ഞാൻ ഒരിക്കൽ കൂടെ ചാടാം. ഒരിക്കലും ദിലീപ് ചെയ്തിട്ടുള്ള ചാന്തുപൊട്ട് എന്ന് പറയുന്ന ഒരു കഥാപാത്രം മലയാള സിനിമയിൽ ഒരു നടനും ഇത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ സ്കിൽ ഉപയോഗിക്കുന്ന ഒരു നടനാണ്. ഒരു 3 hours എടുക്കാം മൂക്ക് അങ്ങനെ ക്ലെഫ് ലിപ്പ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതായത് കുറച്ച് ചൂടുള്ളിടത്ത് ടെമ്പറേച്ചർ കൂടിയുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത് മെൽറ്റ് ആയിപ്പോകും. ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഈസ് എ വെരി ടാലന്റഡ് ആക്ടർ. മമ്മൂട്ടിയും മോഹൻലാലും ഒരുപക്ഷെ ഫിലിം ഇൻഡസ്ട്രിയെ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടും മുന്നോട്ട് കൊണ്ടുപോയത് അവരാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു താരോദയം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥിരതയോടുകൂടിയുള്ള താരോദയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആണാ ഇനി ആരുമില്ല ചോദിക്കുന്നത്, ആരുമില്ല. ഉണ്ട്. ആര്? ആ ഫേസ് കണ്ട ഇതുപോലെ അത് ദിലീപാണ്. തനിക്ക് മനസ്സിൽ ആഗ്രഹമുള്ള കഥാപാത്രങ്ങൾ കിട്ടാൻ വേണ്ടി സ്വന്തമായി പണം മുടക്കി അദ്ദേഹം പടം ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണത്. ദിലീപ് ഇല്ലായിരുന്നെങ്കിൽ 2020 എന്ന് പറഞ്ഞ വ്യത്യസ്ത മേഖലകളിൽ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്തു. സിനിമാ സമരത്തിന് നാടകീയതയെക്കുറിച്ച് മലയാള സിനിമാ ലോകത്തേക്ക് ഒരു പുതിയ സംഘടന കൂടി പിറവിയെടുക്കും. ഇത് മലയാള സിനിമയുടെ കൂട്ടായ്മയാണ്. ഒരു തിയേറ്ററിന് അടയ്ക്കാൻ പാടില്ല. സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ മറ്റന്നാൾ തുറക്കും. വിനോദ നികുതി ഒഴിവാക്കിയത് ഉൾപ്പെടെ ആശ്വാസ നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചതോടെയാണ് തിയേറ്ററുകൾ തുറക്കുന്നത്. This is one of the newer movies. ഇതുപോലത്തെ എത്ര കഥകൾ ഞങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറയാം. ഒറ്റയ്ക്കായ മനുഷ്യരൊക്കെ നിസ്സഹായര. അതുകൊണ്ട് തന്നെ പറ്റുമ്പോഴൊക്കെ നമ്മൾ ആരെങ്കിലും സഹായിക്കണം. നല്ലവനാണ്, ഒരുപാട് പേരെ സഹായിക്കും. ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ ജീവിച്ചിരിക്കുന്ന നായിക കാഞ്ചനമാലയുടെ സേവാ മന്ദിരത്തിന് നടൻ ദിലീപ് ശിലാസ്ഥാപനം നടത്തി. ഇവിടെ വരാനുള്ള കാരണം എന്താണ്? എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ആരെ? ആ വീട്ടിലാ താമസിക്കുന്നത്. ഞാൻ ഇന്ന് എന്താണെങ്കിലും അത് അവരെ കാരണം. എന്നെ ഇവിടെ ഉണ്ടാക്കിയത് കേരളത്തിലെ ജനങ്ങളാണ്. പിന്നീട് ജനങ്ങൾ അയാളെ ജനപ്രിയ നായകൻ എന്ന പേര് വിളിച്ചു. ദിലീപേട്ടന് A mashup by an ardent fan. Yes. So a couple of similar clips, and this also took that emotional route at the end, but this was more comprehensive in terms of showing his capabilities as different shades that he can play. Like I said in between that, a lot of it has to do with the director also, that the director really needs to trust the actor. Even if the audience puts the actor in a certain box that, oh, you can only do comedy roles and all of that, you can't, fit into this kind of role and this and that, basically because a lot of audience, us as audience, we put a certain actor in a certain sort of box as well, because we like that and we want to see more of that. So it makes the actor also a little apprehensive, thinking that, oh, if I experiment a little, maybe the audience will not like it and maybe I'll face a pushback. So the directors also fail to give that chance and platform to the actor. But here I would say that at least he was not kept in this box of just being a comedy hero. And even though he was, nothing wrong in that, but yes, just saying that because you are a comedy hero, you cannot do so and so roles, that is wrong. That is where I think that's you can't say that. You can't say that because doing comedy is also a very difficult thing.
So here, of course, he proved everybody wrong, and this I've heard a lot of times, that he really is considered like at par in terms of the superstardom and the influence that he has, at par with Mohanlal and Mammootty. So that's what I have been told. That's what I know. I've not seen his films per se. It's just that his songs I've watched from CID Musa, Kali Rangi, and Maine प्यार किया तो डरना. I love that song. I love that song. It's such a beautiful song. So yeah, so that was nice. Both the videos, though, I feel that PC Creative Media put more heart, like it was more emotional, and RKR Cuts was more like, yes, at the end where he said that this is from a fanboy, so you can really see that he has poured his love as a fanboy into this video. That's what I feel in the difference between both the videos. So yeah, what was your pick? Let me know in the comments below. And yes, that was the reaction for Janapriya Nayakan, Dileep's birthday special mashup 2021. And I don't know, this again would have become a pretty long video, I feel. So yeah, those were my thoughts that I shared for both the videos. Have happy belated birthday to him. And yeah, that was the reaction, and I will be signing off now from this video, and I will see you soon on my next video, guys. Bye bye.